ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ ഒരേ കാലയളവിൽ പഠിച്ചു വരുന്ന വൈകാരികമായ ഒരു കുടക്കീഴിൽ നിൽക്കുമ്പോൾ പല വർഷങ്ങളിൽ പല കോഴ്സുകളിൽ അന്നൊന്നും നമ്മൾ പലരും പരസ്പരം ഒരിക്കൽ പോലും കാണാത്തവരാണെങ്കിൽ പോലും ഈ അലൂമിനിയിലൂടെ ഇന്ന് ജീവിതത്തിൽ ദൈനംദിനം കാണുകയും കേൾക്കുകയും ഒരു വിളിപ്പുറത്ത് കയ്യെത്താവുന്ന ദൂരത്ത് നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന ആത്മവിശ്വാസവും സംതൃപ്തിയും അതാണ് ഈ അലൂമിനിയുടെ കൂട്ടായ്മയുടെ ആഴമേറിയ ഈ സൗഹൃദത്തിന്റെ അടിസ്ഥാനം. ഈ ഓണം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട പല അധ്യാപകരും ഇവിടെ നമുക്കൊപ്പം ഉള്ളപ്പോൾ നമ്മളിൽ ഓരോരുത്തരും മനസ്സുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്ന പല മുഖങ്ങളും ഇന്നില്ല എന്ന ദുഃഖം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഉറപ്പുമില്ലാത്ത നാളെ പകലിനെ പോലും ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത നമ്മുടെ ജീവിതഘട്ടത്തെയാണ്. ഈ അവസരത്തിൽ നമ്മളെ വിട്ടുപോയ ഓരോരുത്തരെയും പിടയ്ക്കുന്ന നെഞ്ചോടെ ആ നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളെ മുഖങ്ങളെ സ്മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ പ്രത്യേകിച്ച് അലൂമിനിയുടെ ഏതാണ്ട് എല്ലാ പരിപാടികളിലെയും സ്ഥിര സാന്നിധ്യമായിരുന്ന എന്നും ചിരിയോടെ ചിരിപ്പിച്ച് ആഘോഷിച്ച് നമുക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ആന്റണി ലാസറിനെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ഉദാഹരണം തന്നെയാണ്. നമ്മുടെ അസോസിയേഷനും അതിൽ ഒട്ടും പുറകിലല്ല. സ്നേഹവും സാഹോദര്യവും സഹകരണവും ഒത്തിണങ്ങിയ നമ്മുടെ അസോസിയേഷനെ ഒരു ഭാഗമാകാൻ പറ്റിയതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. അധികം നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കടത്തരത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ രജിസ്ട്രേഷൻ 114 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും എത്തിച്ചേർന്നിട്ടില്ല. അത് സമയമാകുമ്പോഴത്തേക്ക് എത്തുന്ന നമ്മളത് നോട്ട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓണൻ മെസ്സേജ് കൊടുക്കുക. നമ്മുടെ കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്യുന്ന ആവശ്യമില്ല എനിക്കറിയാം. കാര്യം നമ്മളെല്ലാവരും ഒത്തുചേരുന്നു, സന്തോഷിക്കുന്നു, ആസ്വദിക്കുന്നു, പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, നല്ല സദ്യ കഴിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മുടെ അധ്യാപകരെ എപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യത്തെയും പോലെ അവരെയും നമ്മളവരെ ക്ഷണിച്ചിട്ടായിരുന്നല്ലേ. കളിക്കാർ സാറ് തൃശ്ശൂരാണ്. രാവിലെ 7:30 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവാം, ഞാൻ സമയത്ത് എത്താൻ സാധിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് വെൽ ബട്ട് ഐ വിൽ സ്റ്റെപ്പ് ഇൻ. അപ്പോൾ ഈ മേ അറ്റൻഡ്. പിന്നെ ദിലീപ് സാറ് കുറച്ച് ദിവസത്തേക്ക് പുറത്തായിരുന്നു, ട്രാവലിംഗ് ആയിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇരിക്കാം. ഞാൻ ഗൂഗിളിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു 30 ദിവസം 32 ദിവസമായിട്ടോ നമ്മുടെ വലിയൊരു ആഘോഷം നമ്മുടെ ഒരുപാട് കഴിയുന്നു. എല്ലാവരും കാത്തിരിക്കുന്നു. വർഷത്തിലൊരിക്കൽ നമ്മൾ ഒത്തുകൂടുന്ന ഒരവസരമാണ്. അതിനുശേഷം നമ്മൾ
ആലോചിച്ചിരുന്നു ഒരു ഓണാഘോഷം നടത്തണോ, അതിന് 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഓണം വളരെ പെട്ടെന്ന് അടുത്ത് വന്നതുകൊണ്ട് നമുക്കൊരു നടത്താൻ സാധിക്കുമോ എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പല രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ് വാട്സപ്പ് ഓണം നടത്തിക്കളയുന്നു. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് വാട്സപ്പ് ഓണക്കാരെ ഒന്ന് മാറ്റി നിർത്താമെന്ന് കരുതിയിട്ടാണ് നമ്മൾ തന്നെ ഓണാഘോഷം നടത്താം എന്ന് തീരുമാനിച്ചത്. ഓണം നമ്മുടെ മലയാളികളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ഉത്സവം. എനിക്ക് ലോകത്ത് പല സ്ഥലങ്ങളിലും ഓണാഘോഷത്തിന് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയപ്പോൾ നവംബർ 8-ലാണ് ഏകദേശം 10 ദിവസത്തോളം ക്രിസ്മസിന്. അപ്പോഴും ഞാൻ ഓണാഘോഷത്തിന് ഓണസദ്യ കഴിക്കുന്ന ഒരു അവസരം ഉണ്ടായി. യൂറോപ്പിയൻ രാജ്യത്താണ്. ഞാൻ ഇപ്പോൾ 3-4 ദിവസം നമ്മൾ പോയപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഓണാഘോഷത്തിന് രാത്രി ഒരു ഓണാഘോഷത്തിന് പോയി, പിറ്റേ ദിവസം ഒരു ഓണാഘോഷം. ഞാൻ 2 ദിവസം കൊണ്ട് 3 ഓണാഘോഷം എടുക്കാനുള്ള അവസരം. പക്ഷെ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടായ്മ, സന്തോഷം, നമ്മുടെ ഓർമ്മകൾ പുതുക്കാൻ ഒരു അവസരം, ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ നൽകുന്നത്. ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളും മാവേലിയും അമ്മനെയൊക്കെ മാറ്റിവെച്ചാൽ എന്നും കേരളീയര് വളരെ ഒത്തൊരുമയോട് കൂടി ആഘോഷിക്കുന്ന, നേരത്തെ ജോർത്ത് പറഞ്ഞ് മതവും രാഷ്ട്രീയവും ജാതിയും ഒന്നുമില്ലാതെ ഉള്ളവരും എല്ലാവരും നിന്നും ഒന്നും നോക്കാതെ ഒത്തുകൂടുന്ന ഒരു ആഘോഷം. പക്ഷെ അത് നമ്മുടെ അനുഭൂതിയില് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാര്യം ഈ കൂട്ടായ്മ നമുക്ക് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ കൂട്ടായ്മ വേറൊരു ഗുണമുണ്ട്. ഈ കൂട്ടായ്മ നമുക്ക് പല നല്ല കാര്യങ്ങളിലേക്കും വഴിതെളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഉദ്ദേശവും നമ്മുടെ അനുഭൂതിയുടെ ഉദ്ദേശവും. കാര്യം നമ്മൾ പല അവസരങ്ങളിലും നമുക്ക് പലർക്കും പല ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. നമ്മൾ അതിനേക്കാളൊക്കെ ഉപരി നമ്മളിപ്പോ നമ്മൾ പഠിക്കുന്ന കോളേജിലേക്കുള്ള നമ്മുടെ സമർപ്പണം. നമ്മൾ ഏകദേശം 20 കുട്ടികളോ 40 കുട്ടികളോ 40 കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ്. എല്ലാവരും ചെറിയ ചെറിയ തുകകൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി നമ്മുടെ സന്തോഷം അവർക്ക് പങ്കുവെക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് കൂട്ടായ്മയുടെ ഭാഗമാണ്. കൂട്ടായിരിക്കും ഒത്തൊരുമയോടൊപ്പം മാത്രമേ നമ്മൾ ശക്തിയുള്ളൂ. അല്ലെങ്കിൽ ഈ കടലിലെ തിരമാലയിൽ തിരവന്നടിച്ച് പോകുന്നത് പോലെ തിരവന്നടിച്ചു കഴിഞ്ഞാൽ തന്നെ ശക്തിക്കാം. പക്ഷെ ആ തിരവത്തേക്കുള്ള ശക്തി പഠിക്കണം. അതേപോലെ നമ്മുടെ കൂട്ടായ്മ വലിയ തിരയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ നമുക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. എൻ്റെ ഒരു അഭ്യർത്ഥന, എല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മുടെ അനുഭൂതിയിലെയും നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മ നിലനിർത്തി കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി പങ്കുചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തിരിയോട് പോയാൽ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷനെ പോലെ തന്നെ നമ്മുടെ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നമുക്ക് പലർക്കും നമ്മളെല്ലാവരും നിലനിൽക്കണമെന്നില്ല. ഇപ്പൊ നമ്മുടെ നമ്മുടെ ആന്റണി നമ്മളെ പിരിയുകയും നമ്മൾ ആർക്കും നിർമ്മിച്ചല്ല. ഞാൻ 4 ദിവസം മുമ്പിൽ ഞാൻ ആന്റണിയെ കണ്ടതാണ്. ഞാനും ആന്റണിയും ഒക്കെ വളരെ ഞാനും തോമസും ആന്റണിയും വേറെ രണ്ടുപേരും ഞങ്ങൾ പിരിഞ്ഞു. ഞങ്ങൾ ഒരു ലാംബറായി 2 സൈക്കിളോ അപ്പുറം പുറകിൽ പിടിച്ച് കള്ളുപിടിക്കാൻ പഠിച്ചു തുടങ്ങിയവരാണ്. ആ കള്ളുപിടിയുടെ അവസരങ്ങളിൽ നല്ലത് ചെയ്യണം. അപ്പോ ഇതൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മൾ കുറെ വേദനിക്കുന്ന കാര്യങ്ങളോ അതേപോലെ തന്നെ നമ്മുടെ വേദനയോടൊപ്പം തന്നെ ഇങ്ങനെ ഈ അവസരങ്ങൾ നമുക്ക് സന്തോഷിക്കാനും ഉള്ള അവസരങ്ങളാണ്. അപ്പോൾ എല്ലാവരും എല്ലാ അവസരങ്ങളും സന്തോഷിക്കാനുള്ളതായിട്ട് മാറ്റുക. ബാക്കി എല്ലാ അവസരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ കൂട്ടായ്മ പ്രവർത്തിക്കാനുള്ള അവസരത്തിൽ മാത്രമേ എനിക്ക് ഓണനാളിൽ പറയാനുള്ളൂ. ഞാൻ ഇത്രയും ദീർഘമായി സംസാരിച്ചത് വേറെ ആരും സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. എന്ന് പറയുന്നതിൽ ഒരു കാരണം വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഏതാണ്ട് ജീവിതത്തിൻ്റെ പകുതി വയസ്സ് ഓടിക്കഴിഞ്ഞു. ഇനിയുള്ള ഓരോ വർഷങ്ങളും ബോണസ് ആവുന്ന ഈ ഒരു സമയത്ത് എന്തിനാണെന്നറിയാത്ത ഒരുപാട് അകൽച്ചകളും വളരെ പിണക്കുകളൊക്കെയുള്ള സൗഹൃദം നമുക്കിടയിലുള്ളപ്പോഴൊക്കെ പരമാവധി അതിനെല്ലാം കാച്ചപ്പ് ചെയ്ത് പോകാൻ നമ്മളെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഒരു എനർജനെ നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നുന്ന അടുത്ത ഒരു ഇവന്റിന് നമ്മളിൽ ആരൊക്കെ എന്നൊരു വലിയ സംശയം ഓരോ വർഷവും നിലനിർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം
ഒരു വട്ടം കൂടി നെക്രോളജി ഉണ്ടാക്കുമ്പോൾ 18 സുഹൃത്തുക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് 18 സുഹൃത്തുക്കൾ. ഈ 18 സുഹൃത്തുക്കളുടെ നെക്രോളജി ഉണ്ടാക്കുമ്പോൾ, ആ വീഡിയോ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അലുമിനിയുടെ ആഘോഷങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചവർക്ക് ഈ അലുമിനി, നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് അലുമിനികളെ പോലെ തന്നെ ആണെങ്കിൽ പോലും നമ്മളിൽ ഒരു ബാച്ചോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ല, നമ്മൾ പല പ്രായക്കാരും പല ബാച്ചുകാരും കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും പരിചയമില്ലാത്തവർ പോലും ഒരുപാട് മനസ്സെടുപ്പമുള്ള, എന്നും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആണെങ്കിലും ഇതുപോലത്തെ ഫംഗ്ഷനിലൂടെ ആണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ സ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയുന്ന ഈ അലുമിനിയിൽ ഇതിൻ്റെ ഓരോ ചടങ്ങിനും ഇനിയുള്ള ഈ കമ്മിറ്റി ഒരുപക്ഷെ അടുത്ത വർഷത്തോടെ അവസാനിക്കുകയാണ്. പുതിയ കമ്മിറ്റി വരികയാണ്. ഏത് കമ്മിറ്റി വന്നാലും ഏത് ആഘോഷങ്ങളാണെങ്കിലും പരമാവധി സാധിക്കുന്നവർ, സ്ഥലത്തുള്ളവർ, പങ്കെടുക്കാൻ സാധിക്കുന്നവർ എല്ലാവരും പങ്കെടുക്കുക. കാരണം ചില നഷ്ടബോധങ്ങൾ അതിഭയങ്കരമാണ്. ഇനി അവർ നമുക്കൊപ്പമില്ല, നമ്മൾ അവരൊപ്പമില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഒന്ന് പോവാമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്ക്, വളരെ വ്യക്തിപരമായ സുഹൃത്തുക്കൾക്ക്, ഇപ്പോൾ മനോജ് മോഹൻ, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ചിരുന്ന് കിസ്സ പറയുന്ന ഒരു വട്ടം കൂടിയുടെ സംഘത്തിലെ ഒരു പ്രധാനിയായിരുന്നു ആന്റണി ലാസ്. ആ ലാസ്റ്റിന് ഇല്ലാത്ത ആ ഒരു വിടവ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ അവസാനത്തെ 20 വട്ടം കൂടിക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതും ഒക്കെ വീണ്ടും ഓർപ്പെടുത്തുകയാണ്. ഇനിയും ഒരു വട്ടം കൂടി നമുക്കെല്ലാവർക്കും ഒരു സാധ്യത വരികയാണെങ്കിൽ അലുമിനിയിലെ എല്ലാവരും ഓരോ അംഗങ്ങളും നിർബന്ധിക്കാതെ സ്വയം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക. നമ്മളെല്ലാവരും ഈ ഓർമ്മകളുമായി മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയകരനായ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായ നമുക്ക് ധൈര്യമായി ഞങ്ങളിൽ പലരും അളിയൻ എന്ന സംബോധന ചെയ്യുന്ന, നമ്മളെക്കാൾ ചെറുപ്പമായ, നമ്മളെക്കാൾ കുറുപ്പനായ, ഞാൻ സത്യത്തിൽ രാജഗോപാൽ സാറിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞാനും രാജഗോപാൽ സാറും കുടുംബപരമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞാൻ എപ്പോഴും സാറിന് ഈ ഒരു ഗ്രൂപ്പിൽ വന്ന ശേഷമാണ് സാർ ഇത്രയും തമാശയും മനസ്സിൽ തമാശയും ഹൃദയത്തിൽ ഇത്രയും പ്രണയവും. കഴിഞ്ഞ ദിവസം ഒരു അലുമിനിയൊക്കെ ചോദിക്കുന്നുണ്ട്, സാറ് പ്രണയമാണോ? അതിനുപോലും സാറ് അത്രയും മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന, കാരണം നിമിഷങ്ങൾക്കുള്ളിലാണ് ഒരു പാട്ടൊക്കെ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഒരു പാട്ടാണ്. അപ്പം നമ്മളെല്ലാവരും പ്രിയങ്കരനായ രാജഗോപാൽ സാറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യം അധ്യാപകനുമായി പിന്നീട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമായി ഒന്ന് ആശംസിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഞാനായിട്ട് പ്രസംഗിച്ച് ശീലമില്ല, മനസ്സിലുള്ളതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടേറെ പതിവ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ എഴുത്തുകാരി കമല സുരയ്യ അവരുടെ ഏതോ ഒരു സാഹിത്യകൃതിയിൽ എഴുതിയ കുറച്ച് വരികൾ ഞാൻ ഉദ്ദേശിച്ചിട്ട്, സ്നേഹം മറച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹം പിശുക്കൻ്റെ നാണയശേഖരം പോലെയാണ്. അത് തൊഴിപ്പിച്ച് ക്ലാവ് പിടിച്ച് ആർക്കും ഉപകാരപ്പെടാതെ നശിച്ചു പോകും. നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചാൽ ഒരു സ്നേഹപ്രവാഹം തന്നെ നമ്മളിലേക്ക് ഒഴുകും. നമുക്ക് ആനന്ദവും ഉന്മേഷവും പോസിറ്റീവ് എനർജി ഏകുന്ന ആ അനുഭവം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന രീതി ഒബ്സർവ് ചെയ്യുമ്പോൾ നേരത്തെ വായിച്ച വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈയിടയ്ക്ക് പ്രചാരം ലഭിച്ച ഒരു പ്രയോഗമാണല്ലോ സ്നേഹത്തിൻ്റെ കട എന്നുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദപ്രയോഗമാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ജോ തുടങ്ങിയ ഈ കടയിലേക്ക്, ജോ മാത്രമല്ല ധാരാളം ആൾക്കാരുണ്ട്, ജോ തുടങ്ങിയ ഈ കടയിലേക്ക് വരണമെന്നും ഉള്ളതും കുറച്ച് സ്നേഹം നൽകി കുറേ സ്നേഹം കൈപ്പറ്റാനാണ് എന്നുള്ളത് എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമാണ്. അത് ഇന്ന് സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
ഓരോ കൺവീനിയൻസ് ഒന്നോ രണ്ടോ പേരെ കൺവീനിയൻസ് ആയിട്ട് വരാറുണ്ട്. എല്ലാ പ്രോഗ്രാമിനും നമ്മൾ കൺവീനിയൻസിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ വിട്ടുപോയ 3 പേരാണ്. ഈ പ്രാവശ്യത്തെ എല്ലാ ഓണാഘോഷത്തിൻ്റെയും ഈ ചടങ്ങുകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നതും ഈ ഓണാഘോഷം ഈ ഓർമ്മക്കൂട്ടം ഈ നിലയിലേക്ക് എത്തിച്ചത് 3 കോർഡിനേറ്റേഴ്സാണ്. നമ്മുടെ ഒന്ന് സ്മിത, ഒന്ന് അത്തിക്സ്, ഒന്ന് സജയ്. ഈ 3 പേർക്കും നമ്മളൊരു കയ്യടി കൊടുക്കണം. അവരുടെ പരിശ്രമമാണ് ഈ ഓണാഘോഷത്തിൻ്റെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അടുത്തത് ഈ ഓർമ്മക്കൂട്ടം എന്ന പേര് നമ്മൾ ഓണാഘോഷം നടത്താമെന്ന് തീരുമാനിച്ചത് നമുക്ക് കൈലാസം പേര് ഒരുമിച്ചൊരു ഓണം എന്നായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് അതിനൊരു വ്യത്യസ്ത നിർത്തണം, എല്ലാവരും ഇൻവോൾവ് ചെയ്യണം പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും പേരുകൾ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ധാരാളം എൻട്രീസ് വന്നിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെരിഫിക്കേഷൻ കുറേ ഉണ്ടായിരുന്നു. ഏകദേശം 48 നമ്മളിനടുത്ത പേരുകൾ ആൾക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളൊരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററും 3 കൺവീനേഴ്സാണ് ഇരുന്നിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ വിജയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. വിജയ ആരുമല്ല, വളരെ ചുരുക്കത്തോടുകൂടി എല്ലാ ഫംഗ്ഷൻസിനും നന്നായി എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ എല്ലാ ഗ്രൂപ്പുകളിലും സജീവമാണ്, എല്ലാ ഫംഗ്ഷൻസിനും സജീവമാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. സത്യം, ഗ്രൂപ്പുകളുടെ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ ഹൈലൈറ്റ്സ്, നമ്മുടെ ഈവൻസ് എങ്ങനെ മുൻപന്തിയിൽ എത്തിക്കണം, ആൾക്കാരുടെ മുന്നിലേക്ക് അത് എങ്ങനെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, അത് തന്നെയാണ്. പ്ലീസ് കം. ചെറിയ ഉപഹാരം സ്വീകരിക്കാൻ. ഇനി ധന്യാട്ടൊരു ചോദ്യം, എങ്ങനെ ഈ പേരിലേക്ക് എത്തിയതാണ്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു പേര് പ്രത്യേകിച്ച് അതിലേക്ക് ആക്കേണ്ടി ഒന്നുമില്ല. ഓണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എന്നും ഒരു ഓണം മാത്രമായി മാറിയില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പാക്കറ്റ് ഓണമായി മാറുന്നു, പലർക്കും പാക്കേജായി. സദ്യയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഇരുന്നു ഓണസദ്യ കിട്ടണം എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും വിഷമമുണ്ട്. ഒരു ഓർമ്മ മാത്രമായി മാറട്ടെ എന്ന് ആരും വിചാരിക്കാതെ ഇനിയെങ്കിലും വീട്ടിൽ അത്യാവശ്യം ഇഞ്ചിക്കറിയോ ഉള്ളിക്കറിയോ ഒക്കെ ഉണ്ടാക്കി ശീലിക്കുക. യൂട്യൂബിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട്. പക്ഷെ സജയ് ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ. പാലയുടെ എന്തായാലും സജയ് തരും. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പേരിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞത് ഉത്തരാടത്തിലാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആയിരുന്നു, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം ടു ഓൾ. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ പറയണം. നമ്മൾ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് വാട്സപ്പ് ഓണാഘോഷം മതി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആദ്യത്തെ ടീം മെമ്പേഴ്സിന് താങ്ക്സ് പറയുന്നു. രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ഹോൾ അന്വേഷിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഷെനു, അധ്യക്ഷയായിട്ട് ഇങ്ങനെയുള്ള താങ്ക്സ് പറയുന്നു. അത് കഴിഞ്ഞാൽ ബാക്കി പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും വൺസ് അഗെയിൻ ബിഗ് താങ്ക്സ്. പിന്നെ നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഓണാഘോഷം ഇല്ലാതെ നമുക്ക് ഓണാഘോഷം എന്താ ഓണാഘോഷം? അപ്പോൾ ആരൊക്കെ വരാൻ പറ്റും തലേ ദിവസം, അതായത് ഇന്നലത്തെ ദിവസം ആരൊക്കെ വരാൻ പറ്റും, എങ്ങനെ വരാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പലരും നമ്മൾ പറയില്ലേ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുമല്ലോ, അതുപോലെ പലർക്കും കൈ പൊക്കാനൊരു മടി. പിന്നെ അവസാനം ഒരു രക്ഷിക്കാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഹരി അമർ നമ്മൾ വന്നിട്ടൊന്ന് ചെയ്യണം. കാരണം ഒത്തുകൂടാനൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചിൻ കോളേജിൻ്റെ
അങ്കണത്തിലൂടെ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലൂടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ചിലവഴിച്ച് ഔദ്യോഗിക ജീവിതം, കുടുംബ ജീവിതം, അങ്ങനെ മറ്റു പല വഴികളിലൂടെയൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ ഞാനിത് വളരെ എന്താ പറയുക സന്തോഷത്തോടെയാണ് നോക്കി കാണുന്നത്. ഓണം എന്ന ആഘോഷം അത് മലയാളികളുടെ മാത്രമല്ല എന്ന് ലോകത്ത് എമ്പാടുമുള്ള മലയാളികളുടെ ആയി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഓണം 5-ാം തീയതി ഓഗസ്റ്റ് 1 ലണ്ടനിലായിരുന്നു 2 മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കഴിയും. അവിടെയൊക്കെ അവർക്ക് കാണുന്ന ആ ഒരു സന്തോഷം ചെറുതായിട്ടുള്ളതാണ്. ഞാൻ എത്രയോ സന്തോഷത്തോടെ എത്തിച്ചേരുന്നു. കാരണം കേരളം എന്ന ആ സ്വന്തം നാടിനെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ കേരളത്തിൻ്റെ തനിമയും പൊലിമയും ഒക്കെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയൊരു എന്താ ഭൂതകാലത്തെ എന്താ മാസ്മരികതയോട് നോക്കിക്കൊണ്ട് ഒത്തുചേരുന്ന ഈ നിമിഷത്തിന് ഞാൻ എല്ലാ ഭാവവും നേരിടാം. നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒന്നുപോലെ ഒരേപോലെ ഈ സംതൃപ്തിയിലെ ഈ ആഘോഷത്തിൽ പങ്കാളികളാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേരിടുകൊണ്ട് ഞാൻ വിളിക്കുന്നു. നന്ദി, നമസ്കാരം. കൊച്ചിൻ കോളേജ് എൻ്റെയും നിങ്ങളുടെയുമാണ്. ഞാനൊരു പക്ഷേ അറിയപ്പെടുന്നത് കൊച്ചിൻ കോളേജിൻ്റെ ദിലീപ് എന്നാണ് വെച്ചാൽ വൈസ് ചാൻസലർ ആയിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് വേറെ കാര്യം. അപ്പം ഞാൻ എന്നും കൊച്ചിൻ കോളേജിൻ്റെയാണ്, ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എൻ്റേതുമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തുന്നത്. അമർനാഥനോടും അതുപോലെ എന്താ പറയുക ദിനേശിനോടും ഒക്കെ എല്ലാവരോടുമുള്ള നന്ദി കടപ്പാടുകളിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എന്നെ വിളിച്ചുകൊണ്ട് ദുബായിക്ക് പോയിരുന്നു അസോസിയേഷൻ പ്രോഗ്രാം ഞങ്ങളോട് പങ്കെടുക്കുന്നത്. ഒക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. എല്ലാവരോടും നന്ദി കടപ്പാടുകളുണ്ട്.